നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പഞ്ചാബിലെ രാജാക്കന്മാർ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. അപരാജിത കുതിപ്പ്. യെസ്, PBKS LSGയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 54 റൺസിൻ്റെ വമ്പൻ വിജയം തന്നെ PBKS സ്വന്തമാക്കിയിരിക്കുന്നു. പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമല്ലേ പ്രിയാൻ ഷാരിയും കുപ്പർ കനോലിയും ഒക്കെ നടത്തിയത്. മറുപടി ഉണ്ടായില്ല LSGക്ക്. ശരിയായി 200 അടിച്ചു. പന്തിൻ്റെ ഒരു മോശമല്ലാത്ത ചില ഷോട്ടുകൾ, 4 സിക്സറുകൾ ആ ബാറ്റിൽ നിന്ന് വന്നു. 43 റൺസ് അദ്ദേഹം അടിച്ചു. മാർക്രമിൻ്റെ 42, മിച്ചൽ മാർഷിൻ്റെ 40, ബദോനിയുടെ 35. അവർ ശ്രമം നടത്തി, പക്ഷേ 255 എന്നുള്ളത് ഒരു പടുക്കൂറ്റൻ ലക്ഷ്യമായിരുന്നു. അതിലേക്ക് എത്താൻ പറ്റിയില്ല. 54 റൺസിൻ്റെ പരാജയം LSG ഏറ്റുവാങ്ങുമ്പോൾ PBKS ഈ സീസണിൽ അവരുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. പ്രിയാൻ ഷാരിയെ ഭയക്കണം. പ്രഭ്സിമ്രാൻ സിംഗിനെ മാത്രമല്ല, പ്രിയാൻ ഷാരിയെയും ഭയക്കണം. പ്രഭ്സിമ്രാൻ സിംഗ് ഇന്ന് ഗോൾഡൻ ഡക്ക മുഹമ്മദ് ഷമിയുടെ പന്തിൽ മിച്ചൽ മാർഷി പിടിച്ചു പുറത്തെ. പക്ഷേ മറുഭാഗത്ത് പ്രിയാൻ ഷാരിയ, ഒപ്പം കുപ്പർ കനോലി എന്ന സൂപ്പർ കനോലി, 2 പേരും ചേർന്നുകൊണ്ട് PBKSൻ്റെ വിജയത്തിന് അടിത്തറ പാകുകയായിരുന്നു. 3 റൺസിൽ 1 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് 185 റൺസിൽ 2 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് 14 ഓവർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അവർ ടീമിനെ എത്തിച്ചു. സൂപ്പർ കനോലി 8 4ഉം 7 സിക്സറുകളും, അതായത് 189.13 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം 46 പന്തിൽ നിന്ന് 87 റൺസിൻ്റെ വമ്പൻ സംഭാവന നൽകിയത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഈ കളിയിൽ നിരാശപ്പെടുത്തി 5 റൺസാണ് അടിച്ചത്. അതേസമയം പ്രിയാൻ ഷാരിയെ സെഞ്ചുറിയിലേക്ക് എന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അവസാന ഘട്ടത്തിൽ വീണുപോയി. 37 പന്തിൽ 4 4ഉം 9 സിക്സറും അടക്കം 251.35 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹത്തിൻ്റെ 93 റൺസ് വന്നത്. പിന്നെ സ്റ്റോയിനിസ് 16 പന്തിൽ നിന്ന് 29 റൺസുമായിട്ടും, നഹാൽ വധേര 7 പന്തിൽ നിന്ന് 13 റൺസുമായിട്ടും, ശശാങ്ക് സിംഗ് 6 പന്തിൽ നിന്ന് 17 റൺസുമായിട്ടും ടീമിന് വേണ്ട ചെറിയ കോൺട്രിബ്യൂഷൻസ് നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് 254 എന്നുള്ള വമ്പൻ സ്കോറിലേക്ക് അവർ പോയത്. അതിനിടക്കും നന്നായിട്ട് എറിഞ്ഞു പ്രിൻസി. അഥവാ അത് എടുത്തു പറയണം. 4 ഓവർ 25 റൺസിനാണ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. 3 ഓവറിൽ 35 റൺസിന് സിദ്ധാർത്ഥും 2 വിക്കറ്റുകൾ വീഴ്ത്തി. എന്നാൽ മറുപടി ബാറ്റിംഗ് നോക്കുക. മാർഷിനൊപ്പം ബദോനിയാണ് ഓപ്പൺ ചെയ്തത്. മാർഷും ബദോനിയും ചേർന്നുള്ള കൂട്ടുകെട്ട് മോശമല്ലാതെ പോയി. പവർ പ്ലേയിൽ അവർ 61 റൺസ് അടിച്ചു. പക്ഷേ അവസാനം ബദോനി വീണു. 21 പന്തിൽ 5 4ഉം 1 6ഉം അടക്കം അദ്ദേഹം 35 റൺസ് അടിച്ചിരുന്നു. ഋഷഭ് പന്തും മിച്ചൽ മാർഷും ചേർന്ന് മുന്നോട്ട്. മിച്ചൽ മാർഷാണ് അടുത്തായിട്ട് പുറത്താകുന്ന. യശ്വേന്ദ്ര ചാഹലിൻ്റെ പന്തിൽ സാവിർ ബാറ്റ്ലറ്റ് പിടിച്ച് പുറത്തായി. 28 പന്തുകളിൽ നിന്ന് അദ്ദേഹം 40 റൺസാണ് അടിച്ചിരുന്നത്. അധികം വൈകാതെ പന്തും പോയി. പന്തിനെ ബൗണ്ടറിയിൽ ഒരു സിക്സർ ക്യാച്ചിനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആ ഫീൽഡറുടെ കാല് കുഷനിൽ തട്ടിയതുകൊണ്ട് സിക്സറായി. പിന്നാലെ വീണ്ടും സിക്സറൊക്കെ പന്തടിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ അർഷ്ദീപിൻ്റെ പന്തിൽ അദ്ദേഹം അത് തേർഡ് മാനിലേക്ക് കളിക്കാൻ ശ്രമിച്ചാണ് തോന്നുന്നു. ബാറ്റ് നിലത്തടിച്ചു. ബോൾ പക്ഷേ ബാറ്റിൽ കൊണ്ടുകൊണ്ട് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് പോയി. പക്ഷേ അത് കൊണ്ടത് പന്തറിഞ്ഞില്ലേ. അദ്ദേഹം വെറുതെ ഒരു റിവ്യൂ നഷ്ടപ്പെടുന്ന കാഴ്ചയും കണ്ട്. 23 പന്തിൽ നിന്ന് 1 4 4 6 അടക്കം 43 റൺസാണ് അദ്ദേഹത്തിന് സംഭാവന. നിക്കോളാസ് പൂറൻ്റെ മോശം ഫോം തുടരുകയാണ്. മാർക്കോ യാൻസൻ്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ച് പുറത്താകുമ്പോൾ 9 പന്തിൽ നിന്ന് 9 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. മാർക്രമും ചൗധരിയും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. മാർക്രം 22 പന്തിൽ നിന്ന് 3 4ഉം 3 6ഉം അടക്കം 42 റൺസ് അടിച്ചപ്പോൾ മുകുൾ ചൗധരി 17 പന്തിൽ നിന്ന് 1 4ഉം 1 6ഉം അടക്കം 21 റൺസാണ് അടിച്ചത്. ഏതായാലും ഇപ്പോൾ 54 റൺസിൻ്റെ തകർപ്പൻ ജയത്തിലേക്ക് PBKS മുമ്പ്. എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം. മാർക്കോ യെൻസൺ 4 ഓവറിൽ 37 റൺസിന് 2 വിക്കറ്റിൽ വീഴ്ത്തിയുണ്ടായി. ചാഹൽ 4 ഓവർ 36 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വിജയ് കുമാർ വൈശാഖും മോശമല്ലാതെ പന്തെറിഞ്ഞു. 4 ഓവർ 30 റൺസ് അദ്ദേഹം 1 വിക്കറ്റ് വീഴ്ത്തി. ഏതായാലും 54 റൺസിൻ്റെ വമ്പൻ വിജയമിത PBKS നേടിയിരിക്കുന്നു. അവരുടെ വമ്പൻ കുതിപ്പ് തുടരുകയാണ്. കളിച്ച 6 കളി 1 മഴ പെയ്തു പോയി. ബാക്കി 5ഉം ജയിച്ച് 11 പോയിന്റോടെ അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.